ഹായ് ഫ്രണ്ട്സ്, കുട്ടാറ ഫിഷിങ്ങിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വെളുപ്പിന് ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ മുന്നിൽ വല കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് പോയി വലിക്കാം, എന്തെങ്കിലും മീനുണ്ടോ ഇല്ലത്. വാ കേൾക്കാം. നമ്മുടെ വല നമ്മൾ വെളുപ്പിനിട്ട വലയാ, പയ്യെ വലിക്കാം. കാറ്റാ, അത് കാരണം പണിയാ. ഒരെണ്ണം വരുന്നുണ്ട്, മുള്ളൻകണ്ണിയാ. മുള്ളൻകണ്ണി കണ്ടോ, എൻ്റെ സൈസ് കണ്ടോ. കണ്ടോ മുള്ളൻകണ്ണി. കാറ്റായത് കാരണേ ഒരു രക്ഷയില്ല. കുറുവായും മഞ്ഞക്കൂരി കണ്ടോ, സൈസ് കണ്ടോ, മഞ്ഞക്കൂരിയുടെ സൈസ് കണ്ടോ, ഇത് കണ്ടോ, കണ്ടോ 1 കിലോ മേടി വരും കണ്ടോ. ഈ സൈസ് മഞ്ഞക്കൂരി കണ്ടോ, കിടക്കട്ടെ. എൻ്റെ കാല് ഇവിടെ കൊച്ചുവെള്ളേ, ഈ കാറ്റ് കാരണം ഒരു രക്ഷയില്ല. ഇത് കണ്ടോ, അതിൻ്റെ സൈസ് കണ്ടോ, കണ്ടോ അങ്ങ് ചവറ് പോലെ കിടക്കുന്നത്. അടുത്തത് വരുന്നുണ്ട്, അത് തൂളി കണ്ടോ. നമ്മളെ കരിമീൻ വരുന്നുണ്ട്, കരിമീൻ കമ്പുണ്ട്, ഇത് കമ്പ് കിടക്കുന്നുണ്ടോ. കരിമീനുണ്ട്, പിന്നെ വേറൊരു സാധനമുണ്ട്, ഞാൻ നോക്കട്ടെ. കമ്പ് ആറ്റുചമ്പല്ലി നമ്മളിവിടെ ചെങ്കടി എന്ന് പറയും. കണ്ടോ, ഇത് കരിമീൻ, ഇത് ആറ്റുചമ്പല്ലി കണ്ടോ. അടുത്ത നങ്ക് വരുന്നുണ്ട്, കണ്ടോ നങ്ക്. അടുത്ത നങ്ക് കിടക്കണുണ്ട്. കാറ്റായത് കാരണേ ഭയങ്കര പാട്, ചാക്കൊക്കെ അങ്ങ് പോയി. വന്നിട്ട് ചെന്നിട്ട് പല നമുക്ക് വലിച്ചു വെക്കാം, അതിൻ്റെ രക്ഷയില്ല. കണ്ടോ പഠിക്കണുണ്ട്. നങ്ക് പെട്ടെന്ന് അങ്ങനെ വലക്കറി ആകത്തില്ല. വറ്റ കണ്ടോ, ചെറിയ വറ്റയാ കണ്ടോ വറ്റ കാണാവോ, കാണാം. ഈ നങ്ക് വരുന്നുണ്ട്,
ഓളെ വെള്ളം ഒഴുകാൻ മറിയോ നടുക്ക് കൊണ്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. ഓടിച്ച് നടുക്കല്ല കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇത് കുറച്ചും കൂടെ ഉള്ളു. ആ കുപ്പി ഇതിന്റെ ഫ്രൂട്ടിയുടെ അല്ല, കുപ്പി കാണാനില്ല. നമ്മുടെ വല വലിച്ച് തീർന്നു. അപ്പം നമ്മളിനി പയ്യെ വീട്ടിൽ പോയി പയ്യെ എടുക്കാം. അപ്പം നമുക്കേ അത്യാവശ്യം എല്ലാ സാധനവും കിട്ടുന്നുണ്ട്. കരിമീൻ കിട്ടിയിട്ടുണ്ട്, ഉള്ളനുണ്ട്, മുള്ളൻകണ്ണിയുണ്ട്, മഞ്ഞക്കൂരിയുണ്ട്, പിന്നെ ആറ്റ് ചെമ്പല്ലിയുണ്ട്, വറ്റയുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. അപ്പം പോയി എടുക്കാം. അപ്പം മച്ചന്മാരത്തെ നമ്മളതേ പയ്യെ വളരെ മീനെടുക്കാൻ പോവാണ്. അപ്പം നമ്മുടെ കൂട്ടുകൃഷി നമ്മുടെ ശിവാച്ചന കണ്ടോ, ഒന്ന് കാണിച്ച്, ഒന്ന് തിരിച്ച് കാണിച്ച് കണ്ടോ. അപ്പം നമ്മൾ പയ്യെ മീനെടുക്കാൻ പോവാണ്. നമ്മുടെ നമുക്കിന്ന് അത്യാവശ്യം മീനുണ്ട്. നങ്കുണ്ട്, അതുപോലെ തന്നെ വറ്റയുണ്ട്, പിന്നെ ആറ്റ് ചെമ്പല്ലിയുണ്ട്, പുല്ലനുണ്ട്, മഞ്ഞക്കൂരിയുണ്ട്, നല്ല കിടുക്കൻ മഞ്ഞക്കൂരിയുണ്ട്, കിടുക്കൻ 1/2 കിലോയുടെ മേളിൽ വരുന്ന മഞ്ഞക്കൂരിയുണ്ട്. അതുപോലെ തന്നെ കരിമീനുണ്ട്, പിന്നെ ആറ്റ് ചെമ്പല്ലിയുണ്ട്. അങ്ങനെ വിലപ്പെട്ട മീനെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാം. കേട്ടാ, നല്ല മീനാണ്, ടേസ്റ്റൊക്കെ ഉള്ള മീനാണ്. പക്ഷെ എൻ്റെ മാംസത്തിനകത്ത് ചെറിയ ചെറിയ മുള്ളുണ്ട്. അങ്ങനെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. കണ്ടാ നങ്ക് കണ്ടോ, അതിൻ്റെ സൈസ് കണ്ടോ, നല്ല കിടുക്കൻ മീനാണ്. നല്ല മാംസമൊക്കെ ഉള്ള മീനാണ്. ചാറ് വെക്കാനും അതുപോലെ തന്നെ നമ്മുടെ പീര വെക്കാനൊക്കെ നല്ല സൂപ്പർ മീനാണ്. മുള്ളു കുറവാണ്. ഇത് വല വീണാൽ പെട്ടെന്ന് ചാകത്തും ഇല്ല ഇതിന്. കണ്ട, പക്ഷെ ഒരു കാര്യം മാത്രമേ, ഇതിനെ പൊളിക്കാൻ ശാലം പാടാം. ഈ പച്ചയായത് കാരണം ഇതിൻ്റെ ഈ ഇലികളുണ്ട്, അത് കാരണം പിടിക്കാൻ ശാലം പാടാം. അപ്പം നമ്മൾ ഈ ചൂടുവെള്ളം ഒഴിച്ചാൽ മതി, ഈ തുലി പെട്ടെന്ന് പൊളിഞ്ഞു വരും. കണ്ട, കാണാവോ മച്ചന്മാരെ വറ്റ കണ്ട കണ്ട, കിടുക്കം വറ്റയാണ്. പക്ഷേ ഇത് വല അധിക നേരം കടന്നു കഴിഞ്ഞാൽ ചീഞ്ഞു പോകും. അങ്ങനെ ഒരു വിഷയമുണ്ട്. കണ്ട, കണ്ട, വീഡിയോ എടുക്കുമ്പോൾ അതിനെ അനക്കുണ്ട് കേട്ടോ അധികം. എന്നാലത് നമുക്ക് കിട്ടിയ മഞ്ഞക്കൂരിയാണ്. എന്നാ വലുപ്പമാണ് ഇത്, എടുത്തിട്ട് കാണിക്കാതെ. ചത്തിട്ടില്ല. എൻ്റെ സൈസ് കണ്ടോ, കണ്ടോ കിടക്കുന്നത് കണ്ടോ. ഇതുണ്ട് തല കരിക്കുന്നതാണ്, ചത്തിട്ടില്ല. ഒരെണ്ണമുണ്ട് ഇതുപോലെ സെയിം സാധനം ഇനിയുണ്ട്. മുള്ളൻകണ്ണി നല്ല മീനാണ്. പക്ഷെ ഇത് പെട്ടെന്ന് പോകും. വറുത്താലൊക്കെ അടിപൊളി മീനാണ്. മുള്ളാണെന്നേ ഇല്ല, നല്ല ടേസ്റ്റുള്ള മീനാണ്. പെട്ടെന്ന് വല വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന മീനാണ്. പക്ഷെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയ തർക്കമില്ലാത്ത മീനാണ്.
കണ്ടോ? നമുക്കിതേ ഇന്ന് വല കിട്ടിയിട്ട് കിട്ടിയ സാധനമാണ്. ഇത് കണ്ടോ, നമ്മുടെ വറ്റയുണ്ട്, നമ്മുടെ ആറ്റുചമ്പല്ലി, കരിമീൻ പള്ളത്തി, കരിമീൻ, മഞ്ഞക്കൂരി എന്താരണം ഉണ്ട്. ഇത് കണ്ടോ, കിടുക്ക മഞ്ഞക്കൂരിയാണ്. കണ്ടോ എൻ്റെ സൈസ് കണ്ടോ, കത്തിട്ടില്ല. പിന്നെ പുല്ലനുണ്ട്, നങ്കുണ്ട്. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യും.